രാഹുൽ ഈശ്വർ, ഒട്ടേറെ വിഷയങ്ങളുണ്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട്. അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, പിന്നീട് മാധ്യമങ്ങളിലൂടെ വന്ന ഒന്നിലേറെ വെളിപ്പെടുത്തലുകൾ, അതിലുണ്ടായിട്ടുള്ള നടപടികൾ ഇതെല്ലാം ഉണ്ട്. കാതലായ പ്രശ്നങ്ങളിൽ കൃത്യമായ മറുപടി നൽകാൻ മോഹൻലാലിന് കഴിഞ്ഞു. ശ്രീ മോഹൻലാൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ സിനിമാ മേഖലയിലെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആക്ടിവിസ്റ്റും അഡ്വക്കേറ്റും അല്ല. ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മളോട് തുറന്ന് സംസാരിച്ച ആ മനുഷ്യന്റെ നന്മ നമ്മൾ കാണേണ്ടതല്ലേ? സൂപ്പർ സ്റ്റാർ ആയ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും പവർഫുൾ ആയ താരരാജാവ് ഏറ്റവും താഴ്ന്ന മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറയുകയാണ്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ, പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ഒരുമിച്ച് ശരിയാക്കാം. നമ്മൾ ഒന്നല്ലേ, ഇന്നലെ വരെ നമ്മൾ ഒരുമിച്ചല്ലേ, ഇന്ന് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് എങ്ങനെ അന്യരായി? ഇത്രയും ഹൃദയത്തിൽ തൊട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും കൂടെ നിൽക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഒരുപക്ഷെ മലയാള മൂവി ഇൻഡസ്ട്രിക്ക് വേണ്ടി എല്ലാവരും, ടോവിനോ ഇത് തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്, അതായത് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് പരിഹരിക്കാം. ശ്രീ പൃഥ്വിരാജ് ഇത് തന്നെയാണ് പറഞ്ഞത്, പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കാം. അപ്പോ ശ്രീ മോഹൻലാൽ ഹൃദയത്തിൽ തൊട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അസുഖത്തിന്റെ കാര്യം വരെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. മോഹൻലാൽ ഒളിച്ചോടി എന്നൊക്കെയാണ് പലരും പറഞ്ഞത്. മോഹൻലാൽ പറഞ്ഞു ഭാര്യയുടെ അസുഖത്തിന്റെ കാര്യത്തിന് വേണ്ടി അവരോടൊപ്പം ഇരിക്കുകയായിരുന്നു, പുതിയ സിനിമയുടെ കാര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ശരി രാഹുൽ ഈശ്വർ. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വ്യക്തിപരമായി എന്താണ്, അദ്ദേഹം നന്മയുള്ളയാളാണോ എന്നൊക്കെയുള്ളതല്ലല്ലോ. അദ്ദേഹം ഏത് കപ്പാസിറ്റിയിലാണ് ഈ പ്രതികരിക്കാൻ വന്നിരിക്കുന്നത് എന്നുള്ളതല്ലേ പ്രധാനം. അദ്ദേഹം ഈ താരസംഘടനയുടെ മുൻ അധ്യക്ഷനാണ്, നിലവിലെ സമിതിയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം തുടരുകയാണ് 2 തവണ. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ 2 തവണ ഈ സംഘടനയുടെ തലപ്പത്തിരുന്നിട്ടുള്ള ആളാണ് ഞാൻ. ആ കപ്പാസിറ്റിയിലാണ് അദ്ദേഹം മറുപടി പറയേണ്ടത്. അതിലാണ് ചോദ്യങ്ങൾ ഉയരുന്നതും. രാഹുൽ, അവിടെയാണ് ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ മോഹൻലാൽ പറഞ്ഞ എന്താ, കോടതിയുടെ പരിഗണന ഇരിക്കുകയാണ്. ഒരു കേസ് വന്നാൽ ഞാൻ എടുക്കേണ്ടത് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും കേസ് എടുക്കണം. കുറ്റക്കാരാണെങ്കിൽ അന്വേഷിക്കണം, അല്ലെങ്കിൽ ആരോപിതരാണെങ്കിൽ അവർക്കെതിരെയുള്ള പരാതി മുമ്പോട്ട് പോകണം. മറ്റ് വേറെ ഏത് നിലപാടാണ് മോഹൻലാൽ എടുക്കാൻ കഴിയുക? ഇതേ മോഹൻലാലിന്റെ വിനയത്തിൽ അതേ സ്വരമല്ലേ നമ്മൾ ഒരു നിലപാടുമില്ലേ? ഈ സംഘടനയ്ക്ക് ഒരു നിലപാടും എടുക്കാനില്ലേ രാഹുൽ ഈശ്വർ? ഈ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, അത് ശരിയാണ്. നിയമത്തിന്റെ വഴിക്ക് പോകുക തന്നെ ചെയ്യും. നിലവിൽ ഉയർന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളാട്ടെ, അതുപോലെ തന്നെ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലൊക്കെ സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള നമുക്ക് നോക്കിയിരുന്ന് കാണാം. പക്ഷേ ഈ സംഘടനയോട് ചില പരാതികൾ പോലും ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളവരുണ്ട്. അതേക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ല. ഈ നിലവിൽ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ ആരെക്കുറിച്ചാണ്? അദ്ദേഹത്തിനൊപ്പം നിന്ന ഈ സംഘടനയുടെ തലപ്പത്തിരുന്ന ആളുകളെ കുറിച്ചൊക്കെയുള്ള വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ അതിൽ ഒരാൾ രാജിവെച്ച് പുറത്തു പോയി, മറ്റ് പലർക്കും എന്നൊക്കെയുള്ളത് അറിയാവുന്നതാണ്. മോഹൻലാൽ ആ വാക്ക് പറഞ്ഞില്ല. എന്നാലും മോഹൻലാലിന്റെ കൂടെ സുഹൃത്തായ ശ്രീ സുരേഷ് ഗോപിയെ കോട്ട് ചെയ്ത് പറഞ്ഞോട്ടെ, അത് ആരോപണമാണ്, ഇത് വെളിപ്പെടുത്തലല്ല. ഇതൊരു ആരോപണമാണ്. ഈ ആരോപണം ശരിയായിരിക്കാൻ തെറ്റായിരിക്കാം, നമുക്കറിയില്ല. ശരിയായിരിക്കാൻ ആരോപണത്തിന്മേലാണല്ലോ ഇപ്പോൾ പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ ആ ആരോപണം വന്ന സ്ഥിതിക്ക് ആരോപണ വിധേയരായവർക്കെതിരെ എന്താണ് സംഘടനയുടെ അതിലെ നിലപാട് എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അതിലൊരു അമ്മയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തല്ലേ അമ്മ എല്ലാരും രാജിവെച്ചത്. അമ്മയുടെ ഉത്തരവാദിത്തം അമ്മ ആ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധാർമ്മികത മുൻനിർത്തി അല്ലേ അമ്മ എല്ലാവരും രാജിവെച്ചത്. ആലോചിച്ച് നോക്കുക, അമ്മയുടെ 17 അംഗ കമ്മിറ്റി പൂർണ്ണമായി രാജിവെക്കുകയുണ്ടായി. പുതിയ ആൾക്കാരെ വന്നാൽ സപ്പോർട്ട് ചെയ്യാന്ന് പറയുകയുണ്ടായി. ഇപ്പൊ രാജി വെച്ചില്ലെങ്കിൽ എന്ത് പറയും? കടിച്ചു തൂങ്ങുകയാണെന്ന് പറയും. രാജി വെച്ചാൽ എന്ത് പറയും? ഒളിച്ചോടുക എന്ന് പറയും. അത് എന്ത് കഷ്ടമാണ്. ശ്രീ രഞ്ജിത്തിനെതിരെ ആരോപണം വന്നു, അദ്ദേഹം രാജിവെക്കാൻ വൈകി, ഉടനെ എല്ലാരും പറഞ്ഞു കടിച്ചു തൂങ്ങുകയാണ്. ശ്രീ സിദ്ദിഖിനെതിരെ ആരോപണം വന്നു, ഒരാളോടും ചോദിക്കാൻ പോലും നിന്നില്ല, പുള്ളി രാജിവെച്ചു. അപ്പൊ എല്ലാരും പറഞ്ഞു സിദ്ദിഖിന് പേടിയുള്ളതുകൊണ്ടാണ് രാജിവെച്ചത്, മഴയിൽ കനം ഉള്ളതുകൊണ്ടാണ് രാജിവെച്ചത്, ഒളിച്ചോടുകയാണ്. അപ്പൊ പുരുഷൻ എന്ത് ചെയ്താലും തെറ്റാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതുവരെയുള്ള അമ്മയുടെ പ്രതികരണങ്ങൾ നോക്കൂ. ശ്രീ സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന്, മോഹൻലാലിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും താഴ്മയോടെ വിനയത്തോടും മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറയുകയാണ്. ഒരു വരി കൂടെ പറയാം. മോഹൻലാൽ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, പൊതുസമൂഹത്തിൽ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പരത്തരുത്, പൊതുസമൂഹത്തിന് അങ്ങനെയുള്ള തെറ്റായ ബോധ്യങ്ങൾ നൽകരുത്. കാര്യം 10,000-കണക്കിന് ആൾക്കാർ ജീവിക്കുന്ന ഇൻഡസ്ട്രിയാണ്. സിനിമകൾ ബ്ലോക്ക് ആവും, ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ വരില്ല, പ്രൊഡ്യൂസേഴ്സ് വരില്ല, ഉള്ള സിനിമകളുടെ റിലീസ് നടക്കില്ല, കാശ് ഒരുപാട് ബ്ലോക്ക് ആയി പോവും. ഈ ഇൻട്രസ്റ്റ് ഒരുപാട് എടുത്താണ് പലരും ക്യാഷ് വേസ്റ്റ് ചെയ്യുന്നത്. ഈ മാസങ്ങളിലെല്ലാം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. തരത്തിലേക്ക് ഒരു വ്യവസായം എന്ന തരത്തിലേക്ക് മാത്രം നമ്മൾ ഇതിനെ കാണണം. അത് ഒരു കാരണവശാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളത് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ അത് നിർഭാഗ്യകരമാണ് രാഹുൽ ഈശ്വർ. അത് ആ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾ ഉന്നയിക്കുന്ന ചില പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇത് നിങ്ങൾ ഈ ഇൻഡസ്ട്രിയെ തകർക്കുന്നത് നിങ്ങളാണ് എന്ന തരത്തിലേക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അമ്മയുടെ മുൻ അധ്യക്ഷൻ. അതെങ്ങനെയാണ് ശരിയാവുന്നത്? നിങ്ങൾ ദയവേത് ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്ന് പറയുന്നു. ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളാണ് ഉണ്ടാക്കി വെക്കുന്നത്.
അല്ല അങ്ങനെയല്ല പറഞ്ഞത്. മോഹൻലാൽ പറഞ്ഞത് ഇൻഡസ്ട്രിയെ തകർക്കുന്ന രീതിയിൽ നമ്മുടെ ചർച്ചകൾ പോകരുതെന്നാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വളരെ പ്രധാനമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അദ്ദേഹം സ്വാഗതം ചെയ്തു. ചോറ് അന്നത്തിന്റെ കാര്യമാണ്. അതായത് ഞാൻ റിയലിസ്റ്റിക്കലി പറയാം, നമുക്കറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്നോണ്ട് പറയുക, ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ എടുത്തിട്ടാണ് ഇവര് സിനിമകൾ എടുക്കുന്നത്. രാഹുൽ ഇനി അതിന്റെ ഒന്ന്